വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു SBI ഓഫീസറായിട്ടാണ്. റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായത് എന്നെക്കാളും ഇതിനു വേണ്ടി കാത്തുന്ന എത്ര ആൾക്കാരുണ്ട്. വീട്ടിൽ ഭയങ്കര ഹാപ്പി, പിന്നെ ഫ്രണ്ട്സ് അവരത് കേട്ടപ്പോൾ അവർ കുറെ കൊല്ലമായിട്ടുണ്ട് ഈ സ്ട്രഗിൾ കാണുന്നതാണ്. SBI PO എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചാമ്പിങ് ആയ ഒരു ജോബിലേക്ക് എത്തുന്നു, ഭയങ്കര ഹീറോയിസ് ഉണ്ടാവും. പക്ഷേ ഓരോ ഹീറോയിൻ്റെ പുറകിലൊരു സ്ട്രഗിൾ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. എന്തായിരുന്നു ആ സ്ട്രഗിൾ? ചുറ്റുള്ള ആൾക്കാരുടെ ഒരു പ്രഷറിനായിരുന്നു എൻ്റെ കേസിൽ ഭയങ്കര. ഈ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര കൂടുതലായിരുന്നു. ബാങ്കിങ് എക്സാമിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണം എനിക്ക് മിസ്സായ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്, ഇത് മിസ്സായാൽ പോട്ടെ, ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ചിലർ പറയും ബാങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ് ജോലി എന്ന് പറയും. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ കാരണം എൻ്റെ ചുറ്റും ഒരു 10 ആൾക്ക് സ്ട്രെസ് ഉണ്ട്, എനിക്ക് പണിയില്ലാത്തതുകൊണ്ട്. ഇപ്പം ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ആരോ പറഞ്ഞു റിസൾട്ടുകളൊക്കെ ശീലങ്ങളാണ്. ഒരിക്കലും അതൊരു ലോട്ടറി അടിക്കുന്ന ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ശീലിച്ച് പല ശീലങ്ങളിൽ കൂടി ഉണ്ടാകും. എന്തൊക്കെയായിരുന്നു ശീലങ്ങൾ, വിജയത്തിൻ്റെ ശീലങ്ങൾ? കറക്റ്റായിട്ടുള്ള റിവിഷൻ അത്യാവശ്യമാണെന്ന്. ഓക്കെ, ചില കുട്ടികൾ പറയും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തു, ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടു എന്നപ്പോൾ ഇങ്ങനെ തളർന്നിരിക്കും. ഓക്കെ, ഒരു എക്സാം കഴിയുമ്പോൾ അവർ പറയും ഞാനില്ല സാറേ മതിയായി. അങ്ങനെ നിർത്തിപ്പോകേണ്ട പക്കത്തുള്ള പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഇങ്ങനെ വഴിയിൽ വെച്ചിട്ട് സാറേ ഞാനില്ല, ഞാൻ നിർത്തി നാട്ടിലേക്ക് തന്നെ പോവാണ്, എന്നെ കൊണ്ട് വയ്യ, കാരണം ഞാൻ ഒരുപാട് എൻ്റെ മാക്സിമം കൊടുത്തു സാറേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർ വന്നിരിക്കുന്നത് ശരിക്കും 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് അവർ പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു സീസണിൽ എക്സാം കഴിയുമ്പോൾ അവർ ഡൗൺ ആയി പോകും, ഇതെല്ലാം കഴിഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല. അവരോടെന്താ പറയുക? ഹലോ എവ്രിവൺ, ടീമേറ്റ് സക്സസ് ടോക്കിലേക്ക് സ്വാഗതം. വിജയം പെട്ടെന്നുണ്ടാവുന്ന ഒന്നല്ല. അതിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു കഥയുണ്ടാവും, ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, ഒരു മാനസികാവസ്ഥയുണ്ടാവും. ഓരോ വിജയിക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവിടെയാണ് ബാങ്ക് കോച്ചിങ്ങിൽ ടീമേറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിജയങ്ങളുടെ ചരിത്രം. എത്രയോ വിജയങ്ങൾ ഈ കാലത്തിനിടയിൽ, എത്രയോ പേര് അവരുടെ സ്വപ്ന ജോലി നേടിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് പേര് സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ അടുത്ത് SBI PO റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ 2 മിടുക്കന്മാർ SBI PO റിസൾട്ട് നേടി ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇവർക്കുമുണ്ട് കഥകൾ പറയാൻ, ഇവർക്കുമുണ്ട് സ്ട്രാറ്റജി ഷെയർ ചെയ്യാൻ, ഇവർക്കുമുണ്ട് നമ്മളോട് സംവദിക്കാൻ. നമുക്ക് സ്വാഗതം ചെയ്യാം 2 മിടുക്കന്മാരെയും ഈ ടോക്കിലേക്ക്. ഒന്നാമത്തെ ആൾ കാസർഗോഡുകാരനായ ആദർശാണ്, രണ്ടാമത്തെ ആൾ കണ്ണൂരുകാരനായ അഭിഷേകാണ്. രണ്ടുപേരും മനോഹരമായി തങ്ങളുടെ വിജയം നേടിക്കഴിഞ്ഞ് ഒരു ബാങ്ക് ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് അവരുടെ സ്വപ്നമാണ് SBI PO. ആ സ്വപ്നത്തിലേക്ക് നടന്നു കയറിയ 2 പേർ എൻ്റെ ഇടത്തും വരത്തിയിരിക്കുകയാണ്. നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഹലോ ആദർശ്, അഭിഷേക്. ഓക്കെ, നാട്ടും പുറത്ത് പറയാറുണ്ട് പണി കിട്ടി എന്ന് പറയാറുണ്ട് അല്ലേ? ഇപ്പം പണി കിട്ടി, എന്ത് തോന്നുന്നു? ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു SBI ഓഫീസറായിട്ടാണ്. ഇല്ല, ശരിക്കും പറഞ്ഞാൽ കുറെ നാളിങ്ങനെ ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായത് എന്നെക്കാളും ഇതിനു വേണ്ടി കാത്തുന്ന എത്ര ആൾക്കാരുണ്ട്. വീട്ടിൽ ഭയങ്കര ഹാപ്പി, പിന്നെ ഫ്രണ്ട്സ് അവരത് കേട്ടപ്പോൾ അവർ കുറെ കൊല്ലമായിട്ടുണ്ട് ഈ സ്ട്രഗിൾ കാണുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ഈ സങ്കടം പറയുന്നത് ഇപ്പോൾ വീട്ടിൽ പറയാൻ പറ്റില്ല, ഒരു എക്സാം കഴിഞ്ഞ് മോശമാണ്. അപ്പോൾ അവരാ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ കിട്ടിയെന്ന് അറിയുമ്പോൾ അവരൊരു സന്തോഷം. പിന്നെ കുറേ ആൾക്കാരുണ്ട് കൺസേണിൻ്റെ പുറത്ത് നമ്മളോട് ചോദിക്കുന്ന ആൾക്കാർ, അവരെ സന്തോഷം അതെല്ലാം കാണുമ്പോൾ. ഫ്രണ്ട്സിനെ കുറിച്ച് അടിച്ച് മോനെ എന്ന് പറഞ്ഞോ? റിസൾട്ട് വന്ന മൊമെന്റ് ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ IBPS PO ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്നുണ്ടായത്. അപ്പോൾ സാധാ KSRTCയിലാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ടായത്. അതിൻ്റെ ഇടയിലാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ വിളിച്ച് എന്നോട് പറയുന്നത് റിസൾട്ട് വന്നിട്ട് നോക്കിയോന്ന്. അപ്പോൾ റിസൾട്ട് ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരുന്ന് ഞാനിങ്ങനെ PDF ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ നമ്പർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്തേക്ക് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്നെ ഷാജി സാറ് വിളിക്കുന്നത്, സാറോട് എന്താ പറഞ്ഞതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ആ റിസൾട്ട് ആണ് എനിക്കൊന്നൊരു 10 സെക്കൻഡുള്ളിൽ ഷാജി സാറാണ് വിളിക്കുന്നത്. ബസ് ടിക്കറ്റ് എടുത്തു, പിന്നെ അമ്മേനെ വിളിച്ചു. പിന്നെ ഞാനൊന്നും പറഞ്ഞോന്നും അറിയില്ല, ഞാൻ കരയുന്നുണ്ടായിരുന്നു. അത് മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്നു. എന്നുവെച്ചാ ഞാൻ വൈകുന്നേരം എക്സാമിന് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മ അവിടെ ഉണ്ടാവും. അപ്പൊ അവരെ എത്ര എക്സ്പെക്ട് ചെയ്താൽ നിൽക്കുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ അവർക്ക് എന്നെ കുറ്റം പറയാനും പറ്റില്ല. സ്കൂളിൽ വിടുമ്പോഴും കോളേജിൽ വിടുമ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പോൾ നീ പഠിക്കാത്തതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ ആയിപ്പോയെന്നും പറയാനും പറ്റൂല.
ഇത് ഇത്രയും പഠിച്ചിട്ട് ഇതൊന്നും ആവുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ അവർക്ക് അപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ അമ്മേനെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങ് കരഞ്ഞു. പൊട്ടിപ്പോയി. അമ്മ കരഞ്ഞോ? അമ്മ കരഞ്ഞൊന്നുമല്ല. അമ്മ ഞാൻ ഫോൺ വിളിച്ച അമ്മ ഹലോ എന്നാക്കുമ്പോൾ ഞാൻ ആദ്യം കരഞ്ഞു. അതും ബസ്സിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. ഞാൻ അപ്പുറം പുറക്കുന്നവർക്ക് നോക്കുന്നുണ്ട് ഞാൻ ഫോൺ വിളിച്ച് കരുന്നു. അവർ വെച്ച് എൻ്റെ ആർക്കും എന്തോ പറ്റിയെന്ന്. കരയുമ്പോൾ അമ്മ വിചാരിച്ചു ഞാൻ ബാംഗ്ലൂരിലില്ലേ, എന്നെ പോലീസുകാരൻ പിടിച്ചു. അമ്മ ചോദിക്കുന്നത് എന്ത് പറ്റി പറ. പോലീസ് ഞാൻ ഹൈദരാബാദ് ആക്കുന്നത്. ഇന്റർവ്യൂ ഹൈദരാബാദിലുണ്ടായത്. അത് എന്തിനാ ഹൈദരാബാദ് എന്ന് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അമ്മ ചോദിക്കുന്നത് ഹൈദരാബാദ് എന്തായത്, ഇനി പോലീസ് പിടിച്ചോ, നിന്നെ ആരെങ്കിലും പിടിച്ചോ, എന്തെങ്കിലും ചെയ്തോന്നും ചോദിക്കുന്നുണ്ട്. അവസാനം ഞാൻ അമ്മ പണി കിട്ടി. അപ്പൊ പിന്നെ കുറച്ച് സമയത്ത് അമ്മയുടെ ഒച്ചൊന്നും കേൾക്കണ്ടായിരുന്നു. അമ്മക്ക് എന്തെങ്കിലും കാര്യം. പിന്നെ ഞാൻ കട്ടാക്കി, ഞാൻ കട്ടാക്കി. അപ്പൊ എനിക്ക് റേഞ്ച് എല്ലാം പോയി. പിന്നെ കുറേ കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ അമ്മ അച്ഛന് ഫോൺ കൊടുത്ത് വിളിച്ച്. എനിക്ക് തോന്നുന്നു അച്ഛൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യലൊന്നു. പക്ഷേ അച്ഛനെല്ലാം ഇത്രയും ടെൻഷൻ എന്നെ കുറിച്ച് ആലോചിച്ചത്. എൻ്റെ വീട്ടിൽ അച്ഛന് കൃഷിയാണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് തെങ്ങും അങ്ങനെയെല്ലാം നോക്കി നടക്കുന്നത്. ഇന്നലെ പിന്നെ അച്ഛൻ പറഞ്ഞു എൻ്റെ ടെൻഷൻ എന്താ വെച്ചാൽ മേലെ എനിക്ക് പണിയെടുത്ത് നീ ജീവിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം എനിക്കെന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യുന്നായിരുന്നു എൻ്റെ ഇത്രയും നാളത്തെ. അപ്പോൾ അച്ഛന് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ആലോചിച്ചപ്പോൾ. അതെല്ലാം എല്ലാവർക്കും പോയി. ചിലർ പറയും ബാങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ് ജോലി എന്നെല്ലാം പറയും. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ കാരണം എൻ്റെ ചുറ്റും ഒരു 10 ആൾക്ക് സ്ട്രെസ് ഉണ്ട് എനിക്ക് പണിയില്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ, 10 ആൾ ഹാപ്പിയാണല്ലോ. അപ്പം അത് അഭിഷേക് എങ്ങനെ ഉണ്ടായിരുന്നു മൊമെന്റ്? വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാനും ആദർശ് പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ IBBS POൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം അവിടെ പോയി തലവേദനയായിരുന്നു, ഞാൻ കിടക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, അഖില. അപ്പം ചേച്ചിയാണ് ഫസ്റ്റ് റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞതും പിന്നെ അത് ചെക്ക് ചെയ്തതും. ചേച്ചീൻ്റെ കയ്യിൽ എൻ്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓടുമായിരുന്നു. കാരണം ചേച്ചിക്ക് അത് ഓർമ്മയില്ല അഡ്മിറ്റ് കാർഡുള്ള കാര്യം. എന്നിട്ട് അവസാനം ചേച്ചിക്ക് മനസ്സിലായി ഫോണിൽ അഡ്മിറ്റ് കാർഡ് ഉണ്ടല്ലോ, അതിലെന്നാൽ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്പർ കണ്ടു. പിന്നെ ചേച്ചിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഫുള്ള് തുള്ളിച്ചാടി താഴോട്ടേക്കൊക്കെ വരുമായിരുന്നു. പിന്നെ അപ്പം തന്നെ ഗ്രൂപ്പിൽ ആരോ PDF ഇട്ടു നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ ചേച്ചി ഒരു സ്റ്റിക്കറൊക്കെ ഇട്ടു. അതൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ അവിടെ തലവേദന പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ ചേച്ചി എൻ്റെ റൂമിൽ വന്ന് ഡോറിന് മുട്ടി. പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ ചേച്ചി പറഞ്ഞു SBFPO കിട്ടി. ഞാൻ വലിയ റിയാക്ഷൻ ഒന്നും ഇട്ടില്ല, കാരണം ഓൾറെഡി തലവേദന എടുത്ത് ഞാൻ കിടക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ശരിക്കും പറ്റിയില്ലായിരുന്നു എന്ന് പറയാം. പിന്നെ കുറച്ച് കഴിയുമ്പം ഷായ് സാറ് വിളിക്കുന്നു. സാറിനോട് പറഞ്ഞു സാർ കിട്ടി, പിന്നെ നാളെ ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് പേടിക്കാതെ പോകാമല്ലോ എന്നാണ് ഷായ് സാർ പറഞ്ഞത്. പിന്നെ ഫുള്ള് കോൾ വിളിയായിരുന്നു. ചേച്ചി എല്ലാവരും വിളിച്ചറിയിച്ച്. പിന്നെ എല്ലാവരും ഫുൾ കോൾ വിളിയായിരുന്നു ആ ദിവസം ഫുള്ള്. പിന്നെ ഭയങ്കര റിലാക്സായി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ശരിക്കും ഒരു PO ആയി എന്ന് ബോധ്യപ്പെട്ടു. വെരി ഗുഡ്. അപ്പോൾ ആ ഒരു ജേണി ശരിക്കൊരു നമ്മളെന്താ പറയുക റിലാക്സിങ് മൊമെന്റ് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. അത്രയും കാലം കഷ്ടപ്പെട്ട് ഒരു റിസൾട്ട് വന്നു, ഭയങ്കര ഹാപ്പിയായി, എൻജോയ് ചെയ്തു. കുറേ ആളോട് പറഞ്ഞു, അച്ഛനമ്മയൊക്കെ ഒരു ഇമോഷണൽ മൊമെന്റിലേക്ക് പോയി അല്ലേ. ലവർ ഉണ്ടോ? ഇല്ല. അയ്യോ, ഇല്ല. ആ ഓക്കെ. ഇനി ഇതിന്റെ പേരിൽ വല്ല കോൺഫിഡൻസും കൂടിയിട്ടുണ്ടോ? ഇതിന്റെ പേരിലാ? അങ്ങനെ ഇതിന്റെ പേരിൽ കോൺഫിഡൻസ് ഒന്നും കൂടിയിട്ടുണ്ട്. ആരോടെങ്കിലും പറയാനൊക്കെ എന്ത് ബാക്കിയുണ്ടെങ്കിൽ പറയാന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഒന്നുണ്ടാവില്ലേ? ഇല്ല, ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും കഴിഞ്ഞ 3 കൊല്ലം അത് ആലോചിക്കേണ്ട ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പോഡ്കാസ്റ്റ് അച്ഛനമ്മയും കാണും. 2 ഗുണമുണ്ട്, ആ ചുരുളങ്ങ് നടക്കുകയും ചെയ്യും കാര്യങ്ങൾ. വേണ്ട, ഇല്ല അങ്ങനൊന്നുമില്ല. അഭിഷേകം എന്ത് വരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചേച്ചി അറിഞ്ഞാൽ ചീത്ത വെക്കോ? അതൊന്നും ചേച്ചി ഇല്ല, അത് കുഴപ്പമില്ല. ഇല്ല പറയാം, ഇല്ലാന്ന് പറയാം. ഇല്ലാന്ന് പറയാം അല്ല, ഇപ്പൊ ടോട്ടലി ഒരു ജോലിയാണല്ലോ നമുക്ക് പ്രധാനം. അപ്പം ടോട്ടലി അതിനു വേണ്ടി ഒരുപാട് ആൾക്കാരെ കണ്ട് നിങ്ങളിപ്പോൾ ഹീറോസ് ആയിരിക്കില്ലേ. SBFPO എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചാമ്പ്യൻ ആയ ഒരു ജോബിലേക്ക് എത്തുന്നു, ഭയങ്കര ഹീറോയിസ് ഉണ്ടാവും. പക്ഷേ ഓരോ ഹീറോയിൻ്റെ പുറകിലൊരു സ്ട്രഗിൾ ഉണ്ട് നമ്മൾ പറയാറുണ്ട്. എന്തായിരുന്നു ആ സ്ട്രഗിള്? ആദ്യം പറഞ്ഞ ഈ ചുറ്റുള്ള ആൾക്കാരുടെ ഒരു പ്രഷർ തന്നെയായിരുന്നു എൻ്റെ കേസിൽ. ഭയങ്കര ഈ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര കൂടുതലായിരുന്നു. പ്രിപ്പറേഷൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ തുടങ്ങുന്നു, എഴുതുന്നു, കിട്ടുന്നു, അതായിരുന്നു ആൾക്കാരുടെ വിചാരം. എൻ്റെ വിചാരം അങ്ങനെയായിരുന്നു. പെട്ടെന്ന് എഴുതിക്കാറ്. എൻ്റെ സീനിയേഴ്സ് കോളേജിലുള്ളവർ 1 വർഷം കൊണ്ട് ക്രാക്ക് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് വരുന്നത്. പക്ഷെ എനിക്കിത് 1 വർഷം എടുക്കുന്നു, ഇത് 2ാമത്തെ വർഷമാകുന്നു. അപ്പോൾ സെൽഫ് ഡൗട്ട് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. ഇതിനി എന്നെ കൊണ്ട് പറ്റാത്തതാണോ, ഇനി വേറെ എന്തെങ്കിലും നോക്കണോ, ഇപ്പോൾ ഇനിയിപ്പോൾ പഠിച്ച ഡിഗ്രിയിൽ തന്നെ വേറെ എന്തെങ്കിലും ജോലി നോക്കണം. പോരാ തന്നെ ഈ ഗ്യാപ്പ് വരലായി. പഠിച്ചതും 2-3 വർഷം ഗ്യാപ്പ് വരുന്നു. അപ്പോൾ ഇനി എന്ത് പറയും? എല്ലാ പ്രൈവറ്റ് ജോബ്സിനെല്ലാം പറയുന്ന മിനിമം അല്ല മാക്സിമം ഏജ്, ആ ഏജിലോട്ടാണ് ഞാൻ പോകുന്നത്. ഞാനാണെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നാളെ എനിക്ക് എവിടെയും
ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറേ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് അതിനെ ഓവർകം ചെയ്ത് ഏത് തോട്ട് വെച്ചിട്ടായിരുന്നു, എന്തായിരുന്നു അപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്? എന്താ ഫസ്റ്റ് ഫാമിലി തന്നെ ആയിരുന്നു. അവർക്ക് ടെൻഷൻ ഉണ്ട് എന്നല്ലാണ്ട് എന്നോടത് നേരിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് പറ്റുമായിരിക്കുന്നു. അവർക്ക് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ സങ്കടം ഉണ്ടെന്ന് പറയാം. പക്ഷെ ഒരിക്കലും ആ പ്രഷർ എൻ്റെ തലയിൽ നിർത്ത് വേറെ എന്തെങ്കിലും നോക്കുന്നൊന്നും ഒരിക്കലും പറഞ്ഞ. അപ്പം നല്ലൊരു ജോലി വേണമെന്ന് എൻ്റെ ഫ്യൂച്ചർ സെറ്റ് ആവുന്നതിനേക്കാൾ എപ്പോഴും ആലോചിച്ചിരുന്നത് ഞാനൊന്ന് സെറ്റായ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലാതെ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാന്നുള്ളതിനപ്പുറത്ത് അച്ഛനെ ആ തെങ്ങും തോപ്പുന്ന കസേരയിലേക്ക് ഇരുത്തുക അത് വരും തോന്നില്ല. അച്ഛൻ പറഞ്ഞു എന്ത് അച്ഛനെ ജീവിതം. വെരി ഗുഡ്, വെരി ഗുഡ്. അഭിഷേക്, എൻ്റെ കേസിലും എക്സ്പെക്റ്റേഷൻ ഒരുപാടുണ്ടായിരുന്നു ചുറ്റും നിന്നും. ചെറുപ്പത്തിലെ ഞാൻ നവോദയയിൽ എക്സാം എഴുതി ക്ലിയർ ചെയ്തതാണ്. അപ്പം നാട്ടിൽ മുഴുവൻ ഒരു ഇതാണല്ലോ, നവോദയക്കാരനാണ്, എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ജോലിയൊന്നും ആയില്ല. പിന്നെ ഒരു കോഴ്സ് എടുത്തു, അതാണ് ഡ്രോപ്പ് ചെയ്തൊന്നും ആവാതെ. പിന്നെയാണ് ഞാൻ ബാങ്കിങ്ങിലേക്ക് വരുന്നത്. മെയിൻ കാരണം എന്ന് വെച്ചാൽ ബാങ്കിൽ ഒരു വർഷം തന്നെ നമുക്ക് 10 7 8 എക്സാം ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ബാങ്കിൽ ചേർന്നില്ലേ, ഇതുവരെ റിസൾട്ടൊന്നും ആയില്ല, എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ഫൈനലി ഇപ്പം എനിക്ക് പറയാൻ പറ്റും ഞാനൊരു നേരത്തെ ഒരു ഡ്രൈവ് എന്തായിരുന്നു? അങ്ങനെയൊക്കെ ഇടയ്ക്ക് മൂഡ് ഓഫ് ആവില്ല നമ്മൾ, അപ്പം മുന്നോട്ട് പോകുന്ന ഡ്രൈവ് എന്തായിരുന്നു? അത് ബാങ്കിങ് എക്സാമിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണം എനിക്ക് മിസ്സായ എനിക്ക് എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്, ഇത് മിസ്സായാൽ പോട്ടെ, ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഞാൻ സാധാരണ അങ്ങനെ മൂഡ് ഓഫ് ആവാറില്ല കിട്ടിയില്ലെങ്കിൽ. ഞാൻ ഒരു ചെറിയ ടാർഗറ്റ് വെക്കും, അത് അച്ചീവ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും വലിയ ടാർഗറ്റ് അങ്ങനെ കൂട്ടി വരുന്ന ഇതിലാണ്. അതുകൊണ്ട് വലിയ സെറ്റ് ബാക്സ് ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്. നമ്മളെ ശീലങ്ങളാണെന്ന് പറയാറുണ്ട് അല്ലേ? ഓരോ റിസൾട്ടും പണ്ടാരോ പറഞ്ഞിട്ട് റിസൾട്ടുകളൊക്കെ ശീലങ്ങളാണ്. ഒരിക്കലും അതൊരു ലോട്ടറി അടിക്കുന്ന ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ശീലിച്ച് പല ശീലങ്ങൾ കൂടി ഉണ്ടാകുന്നതാണ്. എന്തൊക്കെയായിരുന്നു ശീലങ്ങൾ? വിജയത്തിൻ്റെ ശീലങ്ങൾ എന്തൊക്കെയായിരുന്നു? നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയായിരുന്നു? ജോലി റിസൈൻ ചെയ്യുന്നത് വരെ ആദ്യം ജോലി എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിരുന്നു ആദ്യം. എന്താ വെച്ചാൽ എനിക്ക് ഷോർട്ട് പീരീഡ് മാത്രമേ ഉള്ളൂ പ്രിപ്പറേഷൻസിൽ. ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആയിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് പ്രശ്നം വരുന്നത് മെയിൻസിൻ്റെ മോക്കെടുക്കാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്രയും ലെങ്തി മോക്കെടുക്കാൻ അനലൈസ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായി. അപ്പോൾ ജോലി റിസൈൻ ചെയ്യാനിരിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാനൊരു 2 മാസം ഒരു ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് മൊത്തത്തിൽ ഞാനിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇരിക്കോ അതിന് എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണമായിരുന്നു. അങ്ങനെ 2 മാസം ബ്രേക്ക് എടുത്ത് ഞാൻ മെല്ലെ പ്രിലിംസിൻ്റെ മോക്ക് ഒരു ദിവസം 2 എണ്ണം വെച്ച് തുടങ്ങി. പിന്നെ അത് 3 എണ്ണമായി. അതിൻ്റെ ഇടയിൽ മെയിൻസിൻ്റെ സെക്ഷൻസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഒക്കെ ഞാൻ ഇരിക്കും എന്നുള്ളൊരു ചിന്ത വന്നു കഴിയുമ്പോഴാണ് പോയി റിസൈൻ ഇടുന്നത്. അപ്പോൾ മോക്കെടുക്കൽ എൻ്റെ കാര്യത്തിൽ മെയിനായിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ വേറെ 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോമൺ ആയിട്ടൊരു മോക്കെടുക്കും, മെയിൻസിൻ്റെ സെക്ഷൻ എടുക്കും. എന്നിട്ട് ആ സ്കോർ നോക്കും. അപ്പം ഞാൻ സെലക്ട് ചെയ്ത പസിലായിരിക്കില്ല ചിലപ്പോൾ അവർ ചെയ്ത്. അപ്പോൾ അവരത് എന്തുകൊണ്ടായിരിക്കും ചെയ്ത്, അത് എളുപ്പമാണോ നോക്കും. അപ്പോൾ അവർ പറയും ഇത് ഇങ്ങനെ ചെയ്താൽ കിട്ടും. അപ്പം അങ്ങനെ ഞാൻ കാണാത്ത നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ പഠിച്ചാൽ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ റിസർവ് ലിസ്റ്റിൽ നിന്ന് കയറിപ്പോയി. അപ്പം ഞാൻ ഒറ്റക്കായി. അപ്പോൾ പിന്നെ കുറച്ച് നാൾ പെട്ടെന്ന് അവർ പോയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊന്ന് മോക്കെടുത്ത് ആദ്യം വിളിക്കാൻ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല. എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഒരു സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കാൻ 10 ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പോയിന്റിൽ എനിക്ക് ചോദിക്കാൻ ആരും ഇല്ലാത്ത എല്ലാവരും കയറിപ്പോയി. അപ്പോൾ എല്ലാവരും പോയി, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കയറണം, ഇനിയും സമയം കളയാനില്ല എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ മോക്കിലായിരുന്നു. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് വായിക്കാൻ പറ്റി. അത് നല്ലോണം എനിക്ക് SBI നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്തത് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ആദ്യമെല്ലാം ഞാൻ വീക്കിലി മാത്രം വായിച്ചുകൊണ്ടായിരിക്കേണ്ടത്. ഇപ്രാവശ്യം ഞാനൊരു മെയ് തൊട്ട് ഡെയിലി വായിക്കും. ഡെയിലി വായിച്ച് കഴിയുമ്പോൾ അത് വീക്കിലി PDF വരുമ്പോൾ വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി തുടങ്ങി. അപ്പോൾ വീക്കിലി വായിക്കും. അത് കഴിഞ്ഞ് ഒരു മന്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ആ വീക്കിലി ഒന്നുകൂടി നോക്കും. അങ്ങനെ അത് തന്നെയായിരുന്നു മെയിനായിട്ട്. എൻ്റെ സ്ട്രാറ്റജി ഡെയിലി മോക്ക് തന്നെയായിരുന്നു. ഒരു ദിവസം ഒരു മോക്ക്, അതിൽ കൂടുതൽ ഞാൻ ചെയ്യാറില്ല. ചെയ്തത് ഞാൻ ഒന്നുകൂടെ അനലൈസ് ചെയ്യും, എവിടെയാണ് മിസ്റ്റേക്ക് വരുത്തിയത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യായിരുന്നു, അതൊക്കെ ഞാൻ കറക്റ്റായി നോക്കുമായിരുന്നു. പിന്നെ ടീമേറ്റ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ എല്ലാ ദിവസവും ഇതുവരെ മിസ്സാക്കിയിട്ടില്ല, എല്ലാ ദിവസവും കയറിയിട്ടുണ്ട്. പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസം മോക്ക് ചെയ്യും. പിന്നെ GA ഞാൻ മന്ത്ലിയാണ് നോക്കാറുള്ളത്. പിന്നെ GA നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കറക്റ്റായിട്ടുള്ള റിവിഷൻ അത്യാവശ്യമാണെന്ന്. ഇപ്പം നമ്മൾ മെയ്യിലും മാർച്ചിലൊക്കെ വരാൻ
SBOPൻ്റെ മെയിൻസിന് വന്നിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ അത് പഠിച്ചതൊക്കെ വെറുതെ ആവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ചില കുട്ടികൾ പറയും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തു, ഞാൻ ഏറ്റവും കൂടുതൽ എഫോർട്ട് ഇട്ടു എന്നൊക്കെ ഇങ്ങനെ തളർന്നിരിക്കും. ഓക്കെ, ഒരു എക്സാം കഴിയുമ്പോൾ അവർ പറയും ഞാനില്ല സാറേ മതിയായി. അങ്ങനെ നിർത്തി പോകേണ്ട പക്കത്തുള്ള പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഇങ്ങനെ വഴിയിൽ വെച്ചിട്ട് സാറേ ഞാനില്ല, ഞാൻ നിർത്തി നാട്ടിലേക്ക് തന്നെ പോവുകയാണ്, എന്നെ കൊണ്ട് വയ്യ, കാരണം ഞാൻ ഒരുപാട് എൻ്റെ മാക്സിമം കൊടുത്തു സാറേ എന്നൊക്കെ പറയും. പക്ഷെ ഇവർ വന്നിരിക്കുന്നത് ശരിക്കും 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് അവർ പറയുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു സീസണിൽ എക്സാം കഴിയുമ്പോൾ അവർ ഡൗൺ ആയി പോകും, ഇതെല്ലാം കഴിഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല. അവരോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് തന്നെ ആണെങ്കിൽ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ എന്നെക്കാളും ഡിസേർവിങ് ആയിട്ടുള്ള, എന്നെക്കാളും എഫേർട്ട് ഇടുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യം സ്കോറൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ട് മാത്രമായിരിക്കും. അല്ലാതെ ബാങ്ക് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ബോക്സ്, ഒരു സിലബസ് ഉണ്ട്, അതിൻ്റെ അകത്തുനിന്ന് മാത്രമേ ഇനി അവർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ള പോലെയല്ല. നമ്മളിപ്പോൾ 2 കൊല്ലമായിട്ടോ അല്ലെങ്കിൽ 1 കൊല്ലമായിട്ട് ചെയ്യണമെങ്കിൽ അതേ പ്രോബ്ലം തിരിച്ചും മറിച്ചുമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ് മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ പറയുന്നതൊക്കെ ഇപ്പോൾ എനിക്ക് ഒരു പേപ്പർ ഭയങ്കര ടഫായി തോന്നുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ടഫാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം വെറുതെ കറക്കി കുത്താണ്ടിരിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആവും. എന്തായാലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് വരുന്നില്ല. ഒരു ഓവറിൽ ഒരു ബോളർക്ക് ഒരു 3 6 അടുപ്പിച്ച് കിട്ടിയുള്ള അവസ്ഥ അല്ലേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ മോക്കിൽ നമ്മൾ അത്ര സ്കോർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ആൾ കയറിപ്പോയിട്ടുണ്ടാവും, നമ്മൾ ബാക്കി. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും അതെന്താ ഞാൻ കയറിപ്പോവാത്ത, ഞാൻ ആളെക്കാളും നല്ലോണം ചെയ്യുന്നില്ലേ. ആ ഒരു 2 മണിക്കൂർ ആ മെയിൻസിൽ നമ്മളത് എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളിവിടെ എപ്പോഴും 80 പ്രിലിംസ് ഒക്കെ എടുക്കുന്ന ഇത്രയും സ്ട്രെങ്ത് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർ 2-3 വർഷം എടുത്തു ഒന്ന് ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അത് എക്സാം ഹാളിൽ എത്തുമ്പോൾ അവരുടെ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യാനുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ്, അല്ല നമ്മൾ മോശമായതുകൊണ്ടല്ല. ആ ഒരു ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു പസ്സിലൊന്ന് കുടുങ്ങി പോയി കഴിഞ്ഞാൽ ആ 5 ചോദ്യത്തിൽ നമ്മൾ ബാക്കിൽ തന്നെയാണ് ബാക്കിയുള്ളവരെക്കാളും. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു എല്ലാവരും 20 എടുക്കണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു 22 എടുക്കുക എന്നുള്ളതാണ്. ഒരു ഇഞ്ച് മുന്നോട്ട് അല്ലാതെ 20 എടുത്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എല്ലാവരുടെ കൂടി ആയിപ്പോവും. അവരെക്കാൾ ഒരു പടി മുമ്പിൽ എടുത്ത് വെച്ചാൽ നമുക്ക് സ്കോപ്പ് കൂടുതലായിരിക്കും കിട്ടാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അവർ ഇത്രയും സ്ട്രഗിൾ ചെയ്തതാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ ആ റിയാലിറ്റിയിലേക്ക് കുറച്ചുകൂടെ അടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം കുറച്ചുകൂടെ കുറച്ചും കൂടി സമയം അവർ ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ വീണ്ടും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സാറ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ ഇട്ടായിരുന്നു. ഇപ്പം ജസ്പ്രീത് ബുംറയുടെ കേസ്. ഇപ്പം പുള്ളീൻ്റെ ഒരു സ്പെല്ല് മോശമായി എന്ന് കരുതി അയാൾ തളരുന്നില്ല. അടുത്ത സ്പെല്ല് വന്നിട്ട് യോർക്കർ ഇട്ട് ബാറ്റ്സ്മാൻമാരെ ബൗൾഡാക്കും. അപ്പം ജസ്റ്റ് നമ്മളെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കുക, നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുമെന്ന്, എന്നിട്ട് ഡെലിവർ ചെയ്യുക. അത്രേ എനിക്ക് പറയാം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നിരാശപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ? എങ്ങനെ വന്നിട്ട് എന്തിനാടോ ബാങ്ക് എടുത്ത്, എന്ത് കഷ്ടപ്പാടാണ്, ബാങ്കിൽ സ്ട്രെസ്സല്ലേ, ബാങ്കൊക്കെ പറയും കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ വെച്ചാൽ ആകെ നമ്മളെങ്ങനെ എന്താ പറയുക മാക്സിമം സ്ട്രെസ്സാക്കുന്നൊരു ഭാവം. 80% അങ്ങനത്തെ ആൾക്കാരായിരിക്കും അല്ലേ? 20% ആൾക്കാരും കൂടെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ബാക്കി ആ ഒരു നെഗറ്റീവ് ഓറേനെ എങ്ങനെ കവർ ചെയ്ത്? ഇപ്പം ഞാൻ ചെയ്ത രീതി ആരും ചെയ്യണ്ട. ഞാൻ പുറത്തിറങ്ങാണ്ടിരിക്കുക അതെ, പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഷാജി സാറ് നമുക്ക് സൈക്കോമെട്രി ക്ലാസ് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് തരും. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എഗ്രി നോട്ട് എഗ്രി ആ സാധനം. അപ്പോൾ സാറ് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യം പറയണോ എന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ അതത്ര എഗ്രി ചെയ്യുന്നില്ല ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ അവർ ചോദിക്കുമ്പോൾ അതിൽ കുറേ ആൾക്കാർ കൺസേണിൻ്റെ പുറത്ത് വയ്ക്കുന്നത്. എന്നെ ചെറുപ്പം തൊട്ടേ കണ്ടുള്ള ആൾക്കാർ ഞാൻ എന്തെങ്കിലും ആയോ എന്ന് അറിയാൻ കൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത്. അവർക്ക് അറിയില്ല അതിപ്പോൾ നമ്മളെ സ്ട്രഗിൾ എന്താണെന്നോ. ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ 26 വയസ്സായി. അല്ല എന്തെങ്കിലും ആയോ നല്ലല്ലോ ചോദിക്കുക, ഒന്നും ആയില്ലല്ലേ ചോദിക്കുന്നത്. അല്ല അവർക്ക് ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ശീലമില്ലല്ലോ, അപ്പോൾ അതിൻ്റെ പ്രഷർ അവർക്ക് അറിയില്ല. നമ്മളിപ്പോൾ അവരിങ്ങനെ കുറേ ആയാലും എഴുതുന്നു. എന്താ വെച്ചാൽ ഒരു വർഷം ഒരു 10-12 എക്സാം ഉണ്ട്. അപ്പോൾ ഡെയിലി എവിടെ വയ്ക്കുമ്പോൾ കോഴിക്കോട് പോയിട്ടുണ്ട്, കണ്ണൂർ പോയിട്ടുണ്ട് എന്ന് കേൾക്കാം. അപ്പോൾ ഇത് കുറേ ആയല്ലോ പോകുന്നതെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പറയാം. കിട്ടിക്കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം വീട്ടിലെത്തുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് ഞാൻ
ചോദിച്ചവർക്കെല്ലാം വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കിട്ടി. കിട്ടി. ഇപ്പോ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എന്റെ പോവാത്തെന്ന് വെച്ചിട്ട്. അതാണ് ഇപ്പൊ അല്ല മോനെ, കിട്ടിയിട്ടൊക്കെ ഉണ്ടോ, പോകുന്നില്ലേന്ന് ചോദിക്കുന്നത്. ഇപ്പൊ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. പോവാനായിട്ട് കുറെ ദിവസമായില്ല, റിസൾട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. എന്നാലും പോവാത്തത് എന്തെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. വെരി ഗുഡ്. അതെങ്ങനെയാ നെഗറ്റീവ് ഓറ കവർ ചെയ്ത? പക്ഷേ അത് ബാങ്കിൽ പ്രഷറല്ലേ എന്ന് പറയുന്നവരോട്, ജോലി ഇല്ലാത്ത അത്രയും പ്രഷർ ഒരു ജോലിക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. അത് നമുക്കറിയാം, ആദർശിനറിയാം. അപ്പോൾ അത് ഇപ്പം ഒരു ജോലി കിട്ടിയാൽ നമുക്ക് അതിൻ്റേതായ ഒരു ഭദ്രതയുണ്ട്. അപ്പോൾ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പിന്നെ നെഗറ്റീവ് അവരോട് മെയിനായിട്ട് ഞാൻ വീട്ടിൽ നിന്നായിട്ട് ഫസ്റ്റ് തുടങ്ങിയതല്ലോ പഠിക്കാൻ. അപ്പം മെയിനായിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് വന്നത്. ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിലാണ്. ഇപ്പം പിന്നെ ജോലി കിട്ടി. ഇപ്പം നാട്ടിലെല്ലാവരും അറിഞ്ഞു ജോലി കിട്ടിയ കാര്യം. അപ്പം അച്ഛനെല്ലാവരോടും വിളിച്ചു പറഞ്ഞു. വെരി ഗുഡ്. ഒരു ഹൈപ്പോത്തറ്റിക് ക്വസ്റ്റ്യൻ ആണ്. ടീംമേറ്റ്സിൽ വന്നു, ടീംമേറ്റ്സിൻ്റെ കോച്ചിങ് എടുത്തു രണ്ടാളും, മൈനസ് ടീംമേറ്റ്സിൻ്റെ കോച്ചിങ്, നിങ്ങൾ എന്തായിരിക്കും? ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ കേസ് പറയുക, എനിക്ക് വലിയ ധാരണ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു SPPO എന്ന് പറയുന്നത്. അപ്പോൾ GD എന്നൊന്നും പറയുമ്പോൾ എന്താ സാധനം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഫസ്റ്റ് അതിൻ്റെ ഐഡിയ കിട്ടിയത്. അപ്പോൾ ആദ്യം മുതൽ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കേസിൽ എന്താ വെച്ചാൽ എനിക്ക് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രേഞ്ചറായിട്ടുള്ള ആൾക്കാരോട് പറയുമ്പോൾ ഞാൻ ആദ്യം ചിരിക്കാൻ തുടങ്ങും. അത് പോസ്റ്റ് ഓഫീസിൽ പോയത്തോട്ട് പഠിച്ചാൽ എന്താ വെച്ചാൽ എനിക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ വഴി ചോദിക്കണമെങ്കിൽ അഡ്രസ്സ് ചോദിക്കണമെങ്കിൽ ആൾക്കാരറിയണം, ആരെ പേരും അറിയില്ല. അപ്പോൾ ആദ്യം കാണുമ്പോൾ ഞാൻ ചിരിക്കുമ്പോൾ അവർ ചോദിക്കും എന്താ മോനെ, അപ്പോൾ ഞാൻ പറയും ഇന്ന സ്ഥലത്ത് പോകണം. അപ്പോൾ നമ്മളൊന്ന് ചിരിച്ചു കഴിയുമ്പോൾ അവർ പിന്നെ റെഡിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ചിലപ്പോൾ നമ്മളോട് വണ്ടിയിൽ വന്ന് വീട് കാണിച്ചെന്ന് ചിലപ്പോൾ വിളിച്ച് പറഞ്ഞു, നിൻ്റെ ഒരു കത്തുണ്ട് ഞാൻ ഇവിടെ മേടിച്ചോക്കോട്ടോ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ ആ ജോലിക്ക് പോകേണ്ട ആകെ ഉണ്ടായിരുന്ന ചിരി. അപ്പോൾ എന്നോട് ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നപ്പോൾ പറഞ്ഞത് ചിരിച്ചിരിക്കുന്ന നല്ലതാണ്, പക്ഷെ കോൺഫിഡൻസ് ഭയങ്കര കുറവാണെന്നായിരുന്നു. അപ്പോൾ എന്നോട് പറയും, ഇൻ്റർവ്യൂവിൻ്റെ കോച്ചിങ്ങിനും പറയും, നിങ്ങൾ അവർ ഗസ്റ്റായിട്ട് കൊണ്ടുപോകുന്നതാണ്, അല്ലാണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങളെ വിളിക്കണം എന്നല്ല. 2 സെറ്റ് എക്സാം ഒക്കെ നടത്തി ആ ചിന്തയിൽ പോകണം. നിങ്ങളെ TA ഒക്കെ തന്ന് ഫ്ലൈറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് പോകാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ടീംമേറ്റ്സ് തന്നെയാണ്. ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് കോൺഫിഡൻസ് മാത്രമായിരുന്നു. അവർ എന്നോട് അധികം എൻ്റെ സബ്ജക്ട് റിലേറ്റഡ് ആയി വെച്ചു. ഞാൻ ഫിസിക്സാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ബേസിക് ഫിസിക്സും പഠിച്ചു പോയപ്പോൾ അവർ ഓൾറെഡി അവർക്കിപ്പോൾ ഫിസിക്സിൽ ഞാൻ ഭയങ്കര ആളാണോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ 5 വർഷം പഠിച്ചൊരു സബ്ജക്റ്റ് എന്നോട് ചോദിക്കുമ്പോൾ അറിയാണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തായാലും സെൽഫ് ഡൗട്ട് വരാൻ തുടങ്ങും, എൻ്റെ കോൺഫിഡൻസ് പോകും എന്നുള്ള ഇതിലായിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷെ ടീംമേറ്റ്സ് എന്ന് പറഞ്ഞു അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയേണ്ട കോൺഫിഡൻസ് ഉണ്ടാവണം. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ ഒന്നാമത് എനിക്ക് എൻ്റെ ഫിസിക്സ് നോളജിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്, എനിക്ക് വലിയ ധാരണയില്ല ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ അവരെത്ര ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞു ചിരിച്ചുകൊണ്ട് അറിയില്ല ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെ പറഞ്ഞു. സോറി. എങ്ങനെയായിരുന്നു? ആദ്യമല്ലേ ഐ ഡോണ്ട് നോ പറയും, രണ്ടാമത്തെ ഐ ഡോണ്ട് നോ ഐ കാൻ റീകളക്ട് ഇറ്റ് നൗ എന്ന് പറയും. കുറെ ഐ ഡോണ്ട് നോ. അപ്പൊ ഞാൻ ഒന്നുകൂടി ചിരിക്കും. ശരിയാണ് മരുന്ന്. അത് മാത്രമേ അതിൻ്റെ അകത്ത് പിന്നെ ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ കയറി പിടിക്കും. അപ്പൊ ഇന്റർവ്യൂ പേടിക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം നമുക്ക് പറയാം, ചിരിച്ചാ മതി അല്ലേ? അവിടെ ചെക്ക് ചെയ്ത് നിങ്ങൾ ചിരിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ അവർ നമ്മൾ നോക്കൂല ചിരിക്കുമ്പോൾ, അങ്ങനെ പ്രശ്നമുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അഭിഷേക്, ടീംമേറ്റ്സിൽ വന്നുകൊണ്ട് ടീംമേറ്റ്സ് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലിരുന്ന് ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് SBAPO കിട്ടുമെന്ന്. പ്രത്യേകിച്ച് ഞാൻ വീട്ടിലിരിക്കുവാണെങ്കിൽ അതിന് ചാൻസ് ഇല്ല. കാരണം SBAPO അത് ബാങ്കിങ്ങിലെ തന്നെ ഏറ്റവും വലിയ എക്സാമാണ്. ഇൻ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ടീംമേറ്റ്സിൻ്റെ ഇൻ്റർവ്യൂ, അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് എക്സസൈസ്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം സാർ തന്നെയായിരുന്നു അവിടുത്തെ മെൻറ്ററും. അപ്പം അടിപൊളി സെക്ഷനായിരുന്നു അത്. നമ്മളെ ഒരു ജയ്ദി സാറ് പറയും, നമ്മളൊരു ബൂസ്റ്റ് കുടിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടില്ലേ, അതുപോലെയാണ് സാറിൻ്റെ ആ സെക്ഷൻ ഉണ്ടായത്. അപ്പം ആ കോൺഫിഡൻസിലാണ് ഹൈദരാബാദിലേക്ക് ഫ്ലൈറ്റ് കയറിയത്. അപ്പം അതേ ഇതിൽ തന്നെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഇപ്പോൾ പാസ്സായി. വെരി ഗുഡ്. SBI തരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? വാരിക്കോരിയാണ്. 10,000 വരാനുണ്ട്. ഓഫീസർക്ക് വാരിക്കോരി തരാണ്. ഇനിയിപ്പോ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഇങ്ങോട്ട് അല്ലേ അത് ചോദിക്കാൻ നിൽക്കായിരുന്നു. ഇത്ര ദിവസം വന്നിട്ടാ, ഇനിയിപ്പോ ജോലി എന്ന സ്ഥിതിക്ക് എങ്ങനെ അങ്ങോട്ട് മെയിൽ അയക്കുന്നില്ല നടക്കുന്നുണ്ട്. അതുകൊണ്ട് മെയിൽ അയച്ചിട്ട് തരും. അപ്പൊ SBI അത്രയും വലിയ രാജകീയമായിട്ട് നമ്മളെ കൊണ്ട് ഫ്ലൈറ്റിൽ കയറി അടിക്കുമ്പോൾ ഒരു ഫീലിംഗ് എന്തായിരുന്നു ഇന്റർവ്യൂവിന് പോകുമ്പോൾ? സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റ് കയറാൻ പേടിയാണ്. എന്താ വെച്ചാൽ വെള്ളത്തിലാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും രക്ഷിക്കുന്നു പറയാം, അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക്. ഫ്ലൈറ്റ് പണ്ടേ എനിക്കൊരു ട്രോമ പോലെയാണ്.
അപ്പോൾ വേറെ വഴിയില്ലായിരുന്നു. എനിക്ക് അതിന് ഒരു ദിവസം മുന്നേ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് എടുത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ കയറുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യമായിട്ട് എയർപോർട്ടിൽ പോകുന്നു, ഫസ്റ്റ് ടൈം. പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ ആ SBIയുടെ ഉള്ളിൽ നമ്മൾ ആ ഇൻ്റർവ്യൂവിന് പോയ എല്ലാവർക്കും ഒരു നിമിഷം തോന്നും ഇവിടെ ജോലി കിട്ടണമെന്ന്. അവർ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. സൈക്കോമെട്രി ടെസ്റ്റിന് പോകുമ്പോൾ തന്നെ അവരെല്ലാവരും ഓഫീസേഴ്സിൽ നമ്മൾ സാധാരണ എക്സാമിന് മുമ്പ് അവർ വരും, ചെക്ക് ചെയ്യും, പോവും. സൈക്കോമെട്രിക്ക് പോകുമ്പോൾ തന്നെ അവർ ഏകദേശം നമ്മൾ എന്തായാലും കയറാൻ പോകുന്ന ആൾക്കാരാന്നുള്ള മൈൻഡിൽ നമ്മൾ എടുക്കുന്നത്. അവർ വരും, കൺഗ്രാറ്റ്സ് പറയും, ബെസ്റ്റ് ഓഫ് ലക്ക് പറയും. നമ്മളടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് ആ വന്ന സ്റ്റാഫെല്ലാം പോകും. അതിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും അവർ ആടെയുള്ള മെയിൻ സ്റ്റാഫെല്ലാമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. നമ്മൾ ഭയങ്കരമായിട്ട് ഓഫീസറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 10 പേര് അങ്ങോട്ടും പറയും വീട്ടിലൊക്കെ പോകണം, നല്ല ഇത്രയും ബഹുമാനവും സ്നേഹമെല്ലാം തരുമ്പോൾ നമ്മൾ വെറുതെ. വെരി ഗുഡ്, വെരി ഗുഡ്. അഭിഷേക് സാർ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫ്ലൈറ്റിൽ പോകാൻ. അപ്പം എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല. ഞാൻ അതുകൊണ്ട് SBI എന്തായാലും 10,000 തരുമല്ലോ, എന്നാൽ പിന്നെ ഫ്ലൈറ്റ് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. വിൻഡോ സീറ്റ് അല്ല. പിന്നെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. പിന്നെ ആദ്യമൊക്കെ മറ്റേ ടർബുലൻസ് ഉണ്ടായിരുന്നു, പടക്കുമ്പോൾ ഒക്കെ പേടിയുണ്ടായിരുന്നു, ചെവിക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് ശരിയായി. പിന്നെ ഭയങ്കര ഹാപ്പിയായി ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൽ കയറി. പിന്നെ നാട്ടിൽ നിന്ന് ഒരു ചേട്ടനും കൂടി ഉണ്ടായി, പുള്ളീനെ കാണാൻ പറ്റി. അപ്പം ഭയങ്കര SBI ഓഫീസറായിട്ട് അവിടെ തന്നെ അംഗീകരിക്കപ്പെട്ടു. അതെ. വെരി ഗുഡ്. നൗ മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഈ ജേർണി ഇങ്ങനെ പോകുന്നു, SBIയുടെ ഓഫീസറായിട്ട് 2 ആളും മാറി, നല്ലൊരു സ്ട്രഗിളിൻ്റെ കഥ പറഞ്ഞു. അതിൽ വീട്ടുകാരുടെ എക്സ്പെക്റ്റേഷൻ, അവരുടെ കണ്ണീരൊക്കെ പറഞ്ഞു. ഓക്കെ, അവരുടെ ഒരു വലിയ പ്രതീക്ഷ നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏത് വിജയമാണെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് വല്ലാത്തൊരു സുഖത്തിലാണ്. പക്ഷേ ആ സുഖത്തിന് വേണ്ടി പലരും വെയിറ്റ് ചെയ്യില്ല. പലരും എന്ത് ചെയ്യുന്നു, ചെറിയ സുഖങ്ങളെ പിന്നാലെ പോയിട്ട് ആ വലിയ സുഖം വേണ്ടെന്ന് വെക്കും. കാരണം അവർ വിചാരിക്കും ഇതെന്നെ കൊണ്ട് പറ്റില്ല. അടുത്തെത്തുമ്പോഴേക്കും പലപ്പോഴും നമ്മൾ നിർത്തുന്നുണ്ടാവാം. ഒരു ഗുഹയിൽ കുഴിച്ച് പോയിട്ട് ഖനിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്വർണ്ണനിധിയുടെ അടുത്തെത്തിയിട്ട് തൊട്ട് മുന്നേ നിർത്തി പോകുന്ന പോലെ പലരും പോവാം. മുന്നോട്ട് പോകാതെ പകുതി ചെയ്യും, ആ ജേർണി അവസാനിപ്പിച്ച് കളയും അല്ലേ. എൻ്റെ ലാസ്റ്റ്, ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ടോക്കിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു ടോക്ക് നടത്തുമ്പോൾ ലാസ്റ്റ് എനിക്ക് ഇത്രേ ഉള്ളൂ. വാട്ട്സ് യുവർ മെസ്സേജ് ടു ദ ഫ്യൂച്ചർ ആസ്പിറൻസ്? നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടാവും എന്തായാലും. ഇത് ആദ്യം തന്നെ ചിലപ്പോൾ കൂടെയുള്ളവർ കൂടെ ഓടാനുള്ളവർ ചിലപ്പോൾ ആദ്യത്തെ ഫിനിഷ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ബാക്കൗട്ട് ആവും. എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് എടുത്തു. അപ്പം എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ 1 വർഷം മുന്നേ കയറി വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ ലൈഫിലുണ്ടായ മാറ്റം, വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം അവർ ഫിനാൻഷ്യലി സ്റ്റേബിളായി. അവരിലുണ്ടായ മാറ്റമെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ നമ്മളെന്തായാലും ഇതിൽ ഇറങ്ങി തിരിച്ചു. അപ്പം മാക്സിമം എഫേർട്ട് ഇട്ട് ഇതിൽ നിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത്രയായി, ഇനി വേറെ ജോലി നോക്കാം എന്നൊക്കെ തോന്നൽ വരും. അപ്പോൾ ഒന്നിരുന്ന് പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കിട്ടും, ഗ്യാരണ്ടി. ഇപ്പം എൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്യാരണ്ടി. വെരി ഗുഡ്. എനിക്ക് പറയാനുള്ള, സാറ് പറഞ്ഞ നിധി കുഴിക്കലില്ലേ, അത് കുഴിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുക. ഒരിക്കൽ ആ നിധി നിങ്ങളെ തേടി വരും, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വെരി ഗുഡ്. അപ്പോൾ ചോദ്യങ്ങൾ കഴിഞ്ഞു. എന്നൊരു ചെറിയ ക്യൂസ് മനസ്സിലായല്ലോ. ഞാനൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറയാൻ പോവാം. മൈ സക്സസ് ഇസ് നോട്ട് ലക്ക്, മൈ സക്സസ് ഇസ് ഡാഷ്. വർക്ക്. 1 വേർഡ് ഫിൽ ചെയ്യണം. ഹാർഡ് വർക്ക്. സപ്പോർട്ട്. നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻ പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഫാമിലി. ഞാൻ A and B C ഒക്കെ ഓപ്ഷൻ തരാം. ബോത്ത് A and B അങ്ങനെയാണെങ്കിൽ ശരിക്കും സപ്പോർട്ട് തന്നെയാണ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ആ സപ്പോർട്ട് വീട്ടിൽ നിന്നുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ ഹാർഡ് വർക്ക് നമുക്കിതിൽ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് മെൻ്റലി നമ്മൾ സ്ട്രോങ് ആവണം. ഹാർഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മളങ്ങ് തളരാൻ തുടങ്ങും റിസൾട്ട് ഇല്ലാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ റിസൾട്ടിന് ഫാമിലിയും ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ട്. വെരി ഗുഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇപ്പോൾ SBIയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആൾ PO ആയിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ബാങ്ക് എക്സാംസിൻ്റെ കൂട്ടത്തിൽ IAS ആണെന്ന് പറയാറുണ്ട്. കാരണം ഏറ്റവും ടോപ്പ് മോസ്റ്റിലേക്ക് പോകാനുള്ള ആദ്യ സ്റ്റെപ്പാണ് ഒരു SBI PO എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു വലിയ സ്വപ്നത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ട് വേണ്ടി ചെറുപ്പക്കാരെ ഇവിടെ ഇരിക്കുന്നത്. ഇവരിനിയും വരും നമ്മുടെ മുമ്പിലേക്ക് വലിയ ഇൻ്റർവ്യൂകളായിട്ട്. അവർ ചീഫ് മാനേജർ ആകുമ്പോൾ, അവർ AGM ആകുമ്പോൾ ഒക്കെ നമ്മളെ തേടി വരും. ഇനിയും വലിയ ഇൻ്റർവ്യൂ നമ്മളുവരായിട്ട് സംസാരിക്കും. കാരണം ഇവരിനിയും വലിയ മേഖലയിലേക്ക് പോകേണ്ടവരാണ്. നമുക്ക് ചേർന്നുകൊണ്ടൊരു ഓൾ ദി ബെസ്റ്റ് പറയാം. ടീംമേറ്റ്സിൻ്റെ സക്സസ് സ്റ്റോറീസ് തുടരുകയാണ്. താങ്ക് യു ആൾ. ഞങ്ങളിപ്പോൾ സൈൻ ഔട്ട് ചെയ്യുന്നു. താങ്ക് യു സർ.